ഹലോ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് SSLC ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പാത്സ് ടു പ്രോഗ്രസ് എന്ന് പറയുന്ന യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ശ്രീകാന്ത് ബൊല്ലയുടെ ഒരു സ്പീച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എന്തായാലും നമ്മൾ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് എബൌട്ട് ദി ഓഥർ ഒന്ന് നോക്കിയിട്ട് നമുക്ക് പോകാം. ശ്രീകാന്ത് ബൊല്ല വാസ് ബോൺ ഇൻ 1991 അറ്റ് മച്ചിലിപട്ടണം ഇൻ ആന്ധ്രാപ്രദേശ്. അപ്പൊ നമ്മളുടെ ഓഥർ ശ്രീകാന്ത് ബൊല്ല എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം 1991 ആന്ധ്രാപ്രദേശിലെ മച്ചിലിപട്ടണം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ജനിച്ചത്. ഹിസ് പാരന്റ്സ് വർ അൺഎഡ്യൂക്കേറ്റഡ് ഫാമേഴ്സ്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് അൺഎഡ്യൂക്കേറ്റഡ് ആയിരുന്നു, വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഫാമേഴ്സ് ആയിരുന്നു. ഹി ഹാസ് ബീൻ എ യൂത്ത് ലീഡർ സിൻസ് 2005 ആൻഡ് എ മെമ്പർ ഓഫ് ലീഡ് ഇന്ത്യ ക്യാമ്പയിൻ ഓഫ് 2020. The national youth movement started by the former president of India, APJ അബ്ദുൽ കലാം. അപ്പോൾ 2005 മുതൽ അദ്ദേഹം ഒരു യൂത്ത് ലീഡർ ആയിരുന്നു. അതുപോലെ തന്നെ 2020 മുതൽ അദ്ദേഹം ലീഡ് ഇന്ത്യ ക്യാമ്പയിനിലെ ഒരു മെമ്പർ കൂടിയായിരുന്നു. ഈ ലീഡ് ഇന്ത്യ ക്യാമ്പയിൻ എന്ന് പറയുന്നത് APJ അബ്ദുൽ കലാം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു സംഘടനയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മെമ്പർ കൂടെ ആയിരുന്നു ശ്രീകാന്ത് ബൊല്ല എന്ന് പറയുന്ന വ്യക്തി. In 2012, Bolla set up a Bolland Industries with the partner രവി മാന്ത. 2012 ബൊല്ല അദ്ദേഹത്തിന്റെ പാർട്ണർ ആയിട്ടുള്ള രവി മാന്തയുമായി ചേർന്നിട്ട് ബൊല്ലാൻഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഇറ്റ് പ്രൊഡ്യൂസസ് എക്കോ ഫ്രണ്ട്ലി റീസൈക്കിൾ ക്രാഫ്റ്റ് പേപ്പേഴ്സ് ആൻഡ് പാക്കേജിംഗ് പ്രൊഡക്ട്സ് ഫ്രം നാച്ചുറൽ ആൻഡ് റീസൈക്കിൾ മെറ്റീരിയൽസ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ കമ്പനിയിലൂടെ അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്രാഫ്റ്റ് പേപ്പേഴ്സ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ പാക്കേജിംഗ് പ്രൊഡക്റ്റുകൾ. അതും പാക്കേജിംഗ് പ്രൊഡക്റ്റ് എങ്ങനെയുള്ളതാണ്? നാച്ചുറൽ ആയിട്ടുള്ളത്, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്, അതുപോലെ റീസൈക്ലിംഗ് മെറ്റീരിയൽ, അതായത് ചപ്പുചവറുകളിൽ നിന്നൊക്കെ പാക്കേജിംഗ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിരുന്നു ഇവർ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ശ്രീകാന്ത് ബൊല്ല ഈസ് ദ ഡയറക്ടർ ഓഫ് സെർച്ച് ഇമ്പാക്ട് ഫൗണ്ടേഷൻ വിച്ച് ഹി ഫൗണ്ടഡ് ഇൻ 2016. 2016 അദ്ദേഹം ഒരു സെർച്ച് ഇമ്പാക്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡയറക്ടർ കൂടിയാണ് ശ്രീകാന്ത് ബൊല്ല. The organization aims to enable individuals and institutions in India to achieve the sustainable development goals by 2030. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു ഫൗണ്ടേഷന്റെ അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷന്റെ എയിം എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഇൻഡിവിജ്വൽസിനെയും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഒക്കെ 2030 ആകുമ്പോഴേക്കും ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിക്കുക, അവരിങ്ങനെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ടോപ്പിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. In 2017, Bolla was named in the Forbes magazine list of 30 under 30 across all of Asia. ഏഷ്യയിലുള്ള ഓൺട്രപ്രണേഴ്സിനെ അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ അവരിൽ ഒരാളായിട്ട് ഫോർബ്സ് മാഗസിൻ ഇദ്ദേഹത്തിൻ്റെ പേരും പബ്ലിഷ് ചെയ്തിരുന്നു. എ ബയോപിക് ഓൺ ഹിസ് ലൈഫ് ശ്രീകാന്ത് വാസ് റിലീസ്ഡ് ഇൻ 2024. 2024 അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് ഒരു സിനിമ, ഒരു ബയോപിക് കൂടിയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ശ്രീകാന്ത് ബൊല്ലയുടെ ആ സ്പീച്ച് ഒന്ന് വായിക്കാം. ഹലോ, ഐ എം ശ്രീകാന്ത്, ആൻ ഓൺട്രപ്രണർ. ഡു യു നോ ദാറ്റ് 51% ഓഫ് ഇന്ത്യൻസ് ആർ സെൽഫ് എംപ്ലോയിഡ്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് തുടങ്ങുന്നത് എൻ്റെ പേര് ശ്രീകാന്ത് എന്നാണ്, ഞാനൊരു ഓൺട്രപ്രണർ ആണ്. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ സംരംഭകൻ, അതായത് പുതിയ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുക. ഡു യു നോ ദാറ്റ് 51% ഓഫ് ഇന്ത്യൻസ് ആർ സെൽഫ് എംപ്ലോയിഡ്? നിങ്ങൾക്കറിയോ 51% ഇന്ത്യക്കാരും സെൽഫ് എംപ്ലോയിഡ് ആണ്, ഇങ്ങനെ സ്വയം ജോലികളൊക്കെ ചെയ്ത് സ്വയം പര്യാപ്തരായിട്ടുള്ള ആൾക്കാരാണ്. ലെറ്റ് മീ ഷെയർ ദ സ്റ്റോറി ഓഫ് ദ റിച്ചസ്റ്റ് ഓൺട്രപ്രണോറിയൽ കപ്പിൾസ് ഇൻ ദ വേൾഡ്. ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു കഥയാണ്. ആരുടെ കഥയാണ്? റിച്ചസ്റ്റ് ഓൺട്രപ്രണോറിയൽ കപ്പിൾ. വളരെ റിച്ചസ്റ്റ് ആയിട്ടുള്ള, സമ്പാദ്യമൊക്കെ ഉള്ള അല്ലെങ്കിൽ വളരെ വെൽത്തി ആയിട്ടുള്ള ഒരു കപ്പിൾസിനെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മൈ പാരൻസ്. അതാരാണ്? എൻ്റെ മാതാപിതാക്കളാണ്. ദേ ഏൺ ജസ്റ്റ് 20,000 എ ഇയർ ഫ്രം ദെയർ സ്മോൾ പ്ലോട്ട് ഓഫ് ലാൻഡ്. അവരുടെ ചെറിയ സ്ഥലത്ത് നിന്ന് അവർ ഒരു വർഷം ഏകദേശം ഉണ്ടാക്കിയിരുന്നത് വെറും 20,000 രൂപയാണ്. ഗിവിംഗ് ബർത്ത് ടു എ ചൈൽഡ് ഈസ് ദ ഹാപ്പിയസ്റ്റ് തിങ് ഫോർ എവറി മാരീഡ് കപ്പിൾ. ഏതൊരു മാരീഡ് കപ്പിളിൻ്റെയും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ സന്തോഷം എന്ന് പറയുന്നത് അവർക്കൊരു കുട്ടി ജനിക്കുക എന്ന് പറയുന്നത് തന്നെയാണ്. ആൻഡ് ദാറ്റ് മൊമെന്റ് ഇൻ ടൈം ദ ടേം ആപ്പിൾ ഓഫ് ദ ഐ ഡിഡ് നോട്ട് മീൻ മച്ച് ടു ദം. അപ്പോൾ ഒരു മാരീഡ് കപ്പിളിന് കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ഈ ആപ്പിൾ ഓഫ് ഐ എന്ന് പറയുന്ന ഫ്രേസ് നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ണിലുണ്ണി എന്നൊക്കെ പറയാറില്ലേ മലയാളത്തിൽ, ആ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഒരു മാരീഡ് കപ്പിളിന് കുട്ടി ഉണ്ടാകുന്ന സമയത്ത് അവർക്കത് കണ്ണിലുണ്ണി പോലെ ആയിരിക്കും ആ കുട്ടി എന്ന് പറയുന്നത്. അവരുടെ ആ ഒരു കണ്ണിലെ എന്താ പറയുക, കൃഷ്ണമണി പോലെ ആയിരിക്കും ആ കുട്ടി എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കണ്ണിലുണ്ണി എന്ന് പറയുന്ന പ്രയോഗം അവർക്ക് ഒരിക്കലും പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നില്ല. അതിൻ്റെ കാരണം നെയ്തർ ഓഫ് മൈ പാരൻസ് ഹാഡ് എവർ സീൻ ആൻ ആപ്പിൾ. എൻ്റെ പാരൻസ്, എൻ്റെ അച്ഛനും അമ്മയും
ഒരിക്കൽ പോലും ആപ്പിൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ആപ്പിൾ എന്താണെന്ന് അറിയില്ലായിരുന്നു. കാരണം അത്രയും പോവേർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിച്ചവരായിരുന്നു അവർ. നോ ഡിഡ് ഐ ഹാവ് ആൻ ഐ. അതുപോലെ തന്നെ ഞാനൊരു കണ്ണില്ലാത്ത വ്യക്തിയായിട്ടാണ് ഈ ലോകത്തേക്ക് ജനിച്ചു വീണത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് പറയണമെന്ന് കരുതിയതാണ്. നമ്മളുടെ ശ്രീകാന്ത് പിള്ള എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം അന്ധനാണ്. അദ്ദേഹത്തിന് ജന്മന കാഴ്ചയില്ലാതിരുന്ന വ്യക്തിയാണ്. വെൻ ഐ വാസ് ബോൺ വിതൗട്ട് ഐസ് സൊസൈറ്റി സോ മീ ആസ് എ ബർഡൻ. ഞാൻ ജനിച്ചു വീണപ്പോൾ ഞാൻ അന്ധനാണ് അല്ലെങ്കിൽ എനിക്ക് കാഴ്ചയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സൊസൈറ്റി സോ മീ ആസ് എ ബർഡൻ. നമ്മളുടെ സമൂഹം എന്നെ കണ്ടിരുന്നത് ഒരു ബേർഡൻ ആയിട്ടായിരുന്നു എന്നെ കണ്ടിരുന്നത്. സം ഈവൻ സജസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് ബി സ്മോതേർഡ് എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിനെയാണ് സ്മോതേർഡ് എന്ന് പറയുക. അപ്പോൾ അച്ഛനെ അമ്മേനെയൊക്കെ അറിയുന്ന ആൾക്കാർ കുറച്ച് പേര് അവരോട് പറഞ്ഞു എന്നെ കൊന്നുകളയാനായിരുന്നു അവർ ആവശ്യപ്പെട്ടിരുന്നത്. കാരണം കണ്ണില്ലാതെയാണ് ഞാൻ ജനിച്ചു വീണത്. ബട്ട് മൈ പാരൻസ് ഷവേർഡ് ഓൺ മീ ഇമ്മൻസ് ലവ് ആൻഡ് കെയർ. പക്ഷെ എൻ്റെ പാരൻസ് എന്നോട് വളരെയധികം സ്നേഹവും കരുതലും കാണിച്ചു. ദേ ഫെൽറ്റ് ദേ വർ ദ റിച്ചസ്റ്റ് കപ്പിൾ ഇൻ ദ വേൾഡ്. ഞാൻ ജനിച്ച ശേഷം അവർക്ക് തോന്നി, അല്ലെങ്കിൽ അവരിങ്ങനെ തിരിച്ചറിയായിരുന്നു, അവരാണ് ഈ ലോകത്തെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള, അതായത് എന്താ പറയുക, റിച്ചസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ വെൽത്തി ആയിട്ടുള്ള കപ്പിൾസ് എന്ന് അവർക്ക് തോന്നി തുടങ്ങി. ആൻഡ് ഐ കൺസിഡർ മൈസെൽഫ് ദ ലക്കിയസ്റ്റ് പേഴ്സൺ. അവരുടെ കുട്ടിയായിട്ട് ജനിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് തന്നെ സ്വയം ഫീൽ ചെയ്തു തുടങ്ങി, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള, ഭാഗ്യവാനായിട്ടുള്ള ഒരാളെന്ന് എനിക്കും തോന്നി തുടങ്ങി. ആസ് എ ചൈൽഡ് ഐ സ്പെൻഡ് മച്ച് ഓഫ് മൈ ടൈം വിത്ത് മൈ ഫാദർ ഇൻ ദ ഫീൽഡ്സ്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാൻ കൂടുതൽ സമയവും ചിലവഴിച്ചിട്ടുള്ളത് അച്ഛൻ്റെ കൂടെ ആ ഫീൽഡിലായിരുന്നു, ആ വയലിലായിരുന്നു. ഹൗവർ മൈ ഷോർട്ട് ലെഗ്സ് മെയ്ഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഹെൽപ്പ്. പക്ഷേ എനിക്കൊരു പ്രശ്നമുള്ളതുകൊണ്ട്, എനിക്ക് കാഴ്ച ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അച്ഛനെ സഹായിക്കുന്നതിൽ കുറേ പരിമിതികൾ ഉണ്ടായിരുന്നു. മൈ ഫാദർ ബിഗാൻ ടു തിങ്ക് ദാറ്റ് പെർഹാപ്സ് ദ പീപ്പിൾ ഹു ഡൗട്ടഡ് മൈ ഫ്യൂച്ചർ മൈറ്റ് ബി റൈറ്റ്. എൻ്റെ അച്ഛനും മറ്റുള്ള ആൾക്കാർ ചിന്തിച്ചതുപോലെ, മറ്റുള്ള ആൾക്കാർക്ക് ഭയങ്കര ഒരു എൻ്റെ ഫ്യൂച്ചർ എന്തായി തീരും എന്നുള്ള കാര്യം, എനിക്ക് കാഴ്ചയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ളൊരു ഡൗട്ട് അവർക്ക് ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അങ്ങനെ ഒരു ഡൗട്ടൊക്കെ തോന്നി തുടങ്ങി. ഹി റിയലൈസ്ഡ് ഐ ഡിഡ്ന്റ് ഫിറ്റ് ഇൻ ടു ദ ട്രഡീഷണൽ ഫാമിംഗ് മോഡൽ. അങ്ങനെ അച്ഛൻ പതിയെ മനസ്സിലാക്കി, ഞാൻ ഈ പറയുന്ന കൃഷിപ്പണിക്കൊന്നും യോജിച്ച ആളല്ല, അതൊന്നും എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ട്രഡീഷണൽ ആയിട്ടുള്ള, പരമ്പരാഗതമായിട്ടുള്ള അതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തുടങ്ങി. ദെൻ ഹി ഡിസൈഡഡ് ദാറ്റ് എഡ്യൂക്കേഷൻ വാസ് ടു ബി മൈ പാത്ത്. അങ്ങനെ അച്ഛനൊരു കാര്യം മനസ്സിലായി, എൻ്റെ ജീവിതം രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുക എന്നുള്ള കാര്യം എൻ്റെ അച്ഛന് മനസ്സിലായി. Despite the challenges of trekking to faraway school and being ignored by the teachers and classmates, I persevered. അപ്പം എന്നെ സ്കൂളിലൊക്കെ ചേർത്തു. പിന്നെ ഞാൻ നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് വളരെ ദൂരെയുള്ള സ്കൂളിലേക്ക് നടന്നെത്തുക എന്ന് പറയുന്ന ആ ഒരു കാര്യമായിരുന്നു. അത് മാത്രമല്ല, സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ്മേറ്റ്സും ടീച്ചേഴ്സും ഒക്കെ എന്നെ ഇഗ്നോർ ചെയ്യാൻ വേണ്ടി, അവഗണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ അവഗണനയൊക്കെ നേരിട്ടെങ്കിൽ പോലും ഞാൻ വളരെ കഠിനമായിട്ട് അധ്വാനിച്ചിരുന്നു എൻ്റെ വിജയങ്ങൾക്ക് വേണ്ടിയിട്ട്. പേഴ്സിവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഠിനമായിട്ട് അധ്വാനിക്കുന്നതിനെയാണ് പേഴ്സിവിയർ എന്ന് പറയാം. ഫോർ 2 years ഐ സാറ്റ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച്. ആദ്യത്തെ ആ ഒരു 2 വർഷം ഞാൻ ഇരുന്നത് അവസാനത്തെ ബെഞ്ചിലായിരുന്നു. എക്സ്ക്ലൂഡഡ് ഫ്രം ആക്ടിവിറ്റീസ്. എന്നെ ആ സ്കൂളിൽ നടക്കുന്ന ആക്ടിവിറ്റീസിൽ നിന്നൊക്കെ എന്നെ അവഗണിച്ചിരുന്നു. എനിക്ക് ആ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നില്ല. ഐ ദെൻ ഫെൽ ലൈക്ക് എ പുവറസ്റ്റ് ചൈൽഡ് ഇൻ ദ വേൾഡ്. പിന്നെ എനിക്ക് തന്നെ തോന്നി തുടങ്ങി, ഈ ലോകത്തിലെ ഏറ്റവും പുവർ ആയിട്ടുള്ള, ദരിദ്രനായിട്ടുള്ള കുട്ടി ഞാനാണെന്ന് തോന്നി തുടങ്ങി. നോട്ട് ഓൺ അക്കൗണ്ട് ഓഫ് ലാക്ക് ഓഫ് മണി. ഈ പുവറസ്റ്റ് എന്ന് പറയുന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പണം കൊണ്ടുള്ള ദാരിദ്ര്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ബട്ട് ബിക്കോസ് ഓഫ് ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ. പിന്നെ ആ ഒരു പുവറസ്റ്റ് എന്ന് പറയാൻ കാരണം എന്താ, ഈ ലോൺലിനെസ്, ഏകാന്തതയും അവഗണനയും ഒക്കെ കൊണ്ട് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അവഗണനയും ഏകാന്തതയും അനുഭവിക്കുന്നത് ഞാനാണ്, അത്രയും പുവറായിട്ടുള്ള വ്യക്തി ഞാനാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. Eventually, my parents and relatives decided that I should study in a school with students like me. അങ്ങനെ അവസാനം എൻ്റെ പാരൻസും എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും കൂടിയിട്ട് ഒരു തീരുമാനമെടുത്തു, ഞാൻ പഠിക്കേണ്ടത് എന്നെപ്പോലെ തന്നെ പരിമിതികളുള്ള, വൈകല്യമുള്ള കുട്ടികളുടെ കൂടെയാണ്, സ്പെഷ്യൽ സ്കൂളിലാണ് പഠിക്കേണ്ടത് എന്ന കാര്യം അവർ തീരുമാനിച്ചു. സോ ഐ വാസ് സെൻറ്റ് ടു എ സ്പെഷ്യൽ സ്കൂൾ ഇൻ ഹൈദരാബാദ്. പിന്നീട് എൻ്റെ തുടർ പഠനത്തിന് വേണ്ടിയിട്ട് അവരെന്നെ ഹൈദരാബാദിലുള്ള ഒരു സ്പെഷ്യൽ സ്കൂളിലാണ് ജോയിൻ ചെയ്യിപ്പിച്ചത്. അതായത് ഇതേപോലെ തന്നെ പരിമിതികളും വൈകല്യങ്ങളൊക്കെ ഉള്ള കുട്ടികളൊക്കെ ചേർന്ന് പഠിക്കുന്ന സ്കൂളിലേക്ക് എന്നെ മാറ്റുകയും ചെയ്തു. There I excelled, becoming an outstanding student, earning top ranks and representing India in chess and cricket. അങ്ങനെ ഞാൻ ഹൈദരാബാദിലെ സ്പെഷ്യൽ സ്കൂളിലേക്ക് മാറിയ ശേഷം ഞാൻ എൻ്റെ സ്റ്റഡീസിലൊക്കെ നല്ല രീതിയിൽ നേട്ടം കൈവരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഞാൻ അവിടുത്തെ തന്നെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റ് ആയിട്ട് മാറി. അതുപോലെ തന്നെ പരീക്ഷകളിലെല്ലാം ടോപ്പ് റാങ്കുകൾ വാങ്ങാൻ വേണ്ടി തുടങ്ങി. പോരാത്തതിന് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചെസ്സും ക്രിക്കറ്റിലും ഒക്കെ ഞാൻ പങ്കെടുക്കുകയും ചെയ്തു. I had the privilege of working with Dr. APJ Abdul Kalam on various projects like Lead India Youth Transformation Project. ഇതിനൊക്കെ ഉപരിയായിട്ട് എനിക്ക് വലിയൊരു
അംഗീകാരം കിട്ടിയത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കൂടെ ധാരാളം പ്രൊജക്റ്റുകളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചു. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ലീഡ് ഇന്ത്യ യൂത്ത് ട്രാൻസ്ഫോർമേഷൻ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ആ പദ്ധതിയിലൊക്കെ എനിക്ക് പങ്കെടുക്കാനും വർക്ക് ചെയ്യാനൊക്കെ സാധിച്ചു. When I completed my 10th grade with over 90% mark, I wanted to study science at the Andhra Pradesh State Board. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു. ഏകദേശം 90% മുകളിൽ മാർക്ക് വാങ്ങിയിട്ടായിരുന്നു ഞാൻ എൻ്റെ 10th ഗ്രേഡ് പാസ്സായത്. അതിനുശേഷം എനിക്ക് സയൻസ് ബാച്ച് എടുത്ത് പഠിക്കാൻ അല്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റുകൾ എടുത്ത് പഠിക്കാനായിരുന്നു ആഗ്രഹം. ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ബോർഡിൻ്റെ സയൻസ് സബ്ജക്ട്സ് പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. However, I was told I could only take art because I was impaired. പക്ഷേ ഞാൻ ആ ആപ്ലിക്കേഷനൊക്കെ ആയി പോയ സമയത്ത് എന്നോട് അവർ പറഞ്ഞു എനിക്ക് ആർട്സ് സബ്ജക്റ്റുകൾ മാത്രമേ പഠിക്കാൻ പറ്റൂ, സയൻസ് സബ്ജക്ട്സ് പഠിക്കാൻ പറ്റില്ല എന്ന് എന്നോട് പറഞ്ഞു. അതിൻ്റെ കാരണമായിട്ട് അവർ പറഞ്ഞത് എന്താണ്? ഐ വാസ് ഇംപയർഡ്, അതായത് ഞാൻ എന്താണ്, ഒരു വൈകല്യമുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് ആർട്സ് സബ്ജക്റ്റ് മാത്രമേ പഠിക്കാൻ പറ്റൂ എന്ന് അവരെന്നോട് പറഞ്ഞു. I did not consider myself visually impaired but visually challenged. ഞാനൊരിക്കലും എൻ്റെ ആ ഒരു വൈകല്യത്തെ അല്ലെങ്കിൽ ഞാനൊരിക്കലും എൻ്റെ കാഴ്ച വൈകല്യമായിട്ട് ഞാൻ കാണുന്നില്ല, പകരം വിഷ്വലി ചലഞ്ച്ഡ്, അതൊരു പരിമിതിയായിട്ട് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, അതിനെ ഞാനൊരു ഒരു വലിയൊരു ബേർഡനായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നില്ല. അതിൻ്റെ മുന്നിലുള്ള ഒരു ചലഞ്ചായിട്ട് മാത്രമാണ് ഞാൻ അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഐ വാസ് നോട്ട് അലൗഡ് ടു പെർസ്യൂ മൈ പാഷൻ ഡ്യൂ ടു ദ പെർസെപ്ഷൻ ഓഫ് അതേഴ്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പാഷൻ, എൻ്റെ ആ ഒരു ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ നിന്ന് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് ഒക്കെ കാരണം എനിക്ക് എൻ്റെ ഡ്രീംസിനെ ഫോളോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എൻ്റെ മുന്നിലുണ്ടായി. റാദർ ദാൻ അക്സെപ്റ്റ് ദിസ്, അപ്പോൾ എൻ്റെ മുന്നിൽ വന്ന ഈ ഒരു ചലഞ്ചിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം, അതായത് ഓക്കെ അവർ പറഞ്ഞ കാര്യങ്ങളെ അംഗീകരിക്കുന്നതിന് പകരം ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഐ ഡിസൈഡഡ് ടു സ്യൂ ദ ഗവൺമെൻറ്. സ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ അതായത് നമ്മളിങ്ങനെ ഒരു ലീഗൽ ബാറ്റിലിന് പോകുന്നതിനെയാണ് സ്യൂ ചെയ്യാന്ന് പറയുക. അങ്ങനെ ഞാൻ ഗവൺമെൻറ്റിനെതിരെ ഒരു ലീഗൽ ബാറ്റിൽ നടത്താൻ, ഒരു നിയമയുദ്ധം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ആഫ്റ്റർ 6 months ഓഫ് ലീഗൽ ബാറ്റിൽ, അങ്ങനെ 6 മാസം നീണ്ടു നിന്ന ആ ഒരു നിയമയുദ്ധത്തിന് ശേഷം ഐ റിസീവ്ഡ് എ ഗവൺമെൻറ് ഓർഡർ അലൗവിങ് മീ ടു സ്റ്റഡി സയൻസ് ബട്ട് അറ്റ് മൈ ഓൺ റിസ്ക്. അങ്ങനെ അവസാനം ഞാൻ എൻ്റെ നിയമയുദ്ധത്തിൽ വിജയിച്ചു. എന്നെ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സമ്മതിച്ചു. ബട്ട് അറ്റ് മൈ ഓൺ റിസ്ക്, അത് എൻ്റെ റിസ്കിൽ തന്നെ ഞാനത് പഠിക്കണമെന്നായിരുന്നു അവർ വെച്ച കണ്ടീഷൻ എന്ന് പറയുന്നത്. ഡെസ്പൈറ്റ് ദ ലാക്ക് ഓഫ് റിസോഴ്സസ് ഐ വർക്ക്ഡ് ഹാർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെൻറ്റർ. അങ്ങനെ ഞാൻ അഡ്മിഷനൊക്കെ നേടിയെടുത്തു. പക്ഷേ റിസോഴ്സസിൻ്റെ കുറവ് കാരണം പഠനം വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഐ വർക്ക്ഡ് ഹാർഡ്, ഞാൻ വളരെയധികം അധ്വാനിച്ചു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെൻറ്റർ, ഒരു ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട്. ഷീ റെക്കോർഡഡ് മൈ ടെക്സ്റ്റ് ബുക്സ് ഓൺ ഓഡിയോ. ടീച്ചർ എന്ത് ചെയ്തു, എനിക്ക് ആ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഓഡിയോ ഫയൽസ് ആക്കി മാറ്റി തന്നു. ആൻഡ് ഐ സ്കോർഡ് 98% ഇൻ മൈ എക്സാംസ്. അങ്ങനെ ഞാൻ എൻ്റെ പരീക്ഷകളിൽ 98% മാർക്കോട് കൂടിയിട്ടാണ് പാസ്സായത്. ദിസ് പ്രൂവ്സ് ദാറ്റ് എനിവൺ റിഗാർഡ്ലെസ് ഓഫ് ദ ഇമ്പയർമെൻറ്റ് ഓർ ചലഞ്ചസ് ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ്. ഞാൻ ഇവിടെ കാണിച്ചിരിക്കുക അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം ഒരു പ്രൂഫാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള വൈകല്യങ്ങളോ അല്ലെങ്കിൽ പരിമിതികളോ എന്തുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടി കഴിയും. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നത്. However, my journey didn't end there. എൻ്റെ യാത്ര അവിടെ കൊണ്ടൊന്നും അവസാനിച്ചിരുന്നില്ല. When it was time to apply to top engineering schools like IIT, I was told that I couldn't sit for the competitive exams because of my blindness. അങ്ങനെ എൻ്റെ ആ ഒരു 12th പഠനമൊക്കെ കഴിഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള IIT പോലുള്ള എഞ്ചിനീയറിംഗ് കോളേജസിലേക്കൊക്കെയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ സമയത്ത് എന്നോട് പറഞ്ഞു എനിക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിലൊന്നും ഇരിക്കാൻ വേണ്ടി സാധിക്കില്ല, അതൊന്നും എഴുതാൻ വേണ്ടി സാധിക്കില്ല, കാരണം ഞാൻ ബ്ലൈൻഡാണ്, ഞാൻ അന്ധനായതുകൊണ്ട്. ഇഫ് IIT ഡിഡ്ന്റ് വാണ്ട് മീ, ഐ ഡിസൈഡഡ് ഐ ഡിഡ്ന്റ് വാണ്ട് ഇറ്റ് എയ്തർ. അപ്പോൾ IITക്ക് എന്നെ വേണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് IITയും വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. I applied to the top schools in United States and was accepted into MIT, Stanford, Berkeley and Carnegie Mellon. അങ്ങനെ ഞാൻ അതിന് ശേഷം അമേരിക്കയിലുള്ള വളരെ ടോപ്പായിട്ടുള്ള കോളേജസിലേക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ അവിടെ എനിക്ക് 2 ചോയ്സസ് വന്നു. MITയിലേക്കും അതുപോലെ തന്നെ കാർനെഗി മെല്ലൻ എന്ന് പറയുന്ന മറ്റൊരു കോളേജിലേക്കും അഡ്മിഷൻ കിട്ടി. ഐ ചോസ് ടു അറ്റൻഡ് MIT. അങ്ങനെ ഞാൻ MIT ചൂസ് ചെയ്യുകയാണ് ചെയ്തത്. ബിക്കമിങ് ദ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻറ്റ് ഇൻ ഇറ്റ്സ് ഹിസ്റ്ററി. അപ്പോൾ MITൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ബ്ലൈൻഡ് സ്റ്റുഡൻറ്റ് അവിടേക്ക് വരുന്നത്. വൈൽ അറ്റ് MIT, ഐ ബിഗാൻ ടു തിങ്ക് ഡീപ്ലി അബൌട്ട് മൈ ഫ്യൂച്ചർ. അങ്ങനെ MITയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഷുഡ് ഐ ജസ്റ്റ് ഗെറ്റ് മാരീഡ്, സെറ്റിൽ ഡൗൺ ആൻഡ് വർക്ക് ഇൻ കോർപ്പറേറ്റ് അമേരിക്ക? അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത എന്താ, ഇവിടെ തന്നെ അമേരിക്കയിൽ തന്നെ വിവാഹമൊക്കെ കഴിഞ്ഞ് അമേരിക്കയിൽ തന്നെ ഇവിടെയുള്ള കോർപ്പറേറ്റ് കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ആയിട്ട് ജീവിച്ചാൽ മതിയോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നു. നോ, ഐ വാണ്ടഡ് ടു സോൾവ് ദ പ്രോബ്ലംസ് ഐ ഹാഡ് ഫേസ്ഡ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ അതിനൊരു ഉത്തരവും കിട്ടി. പോരാ, അങ്ങനെ ഇവിടെ തന്നെ ഒരു ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചാൽ പോരാ, പകരം എന്ത് ചെയ്യണം, ഞാൻ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ആ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ
പരിഹരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കണം. അതായത് ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും ഞാൻ നേരിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരരുത് എന്നുള്ളൊരു തോട്ട് നമ്മളുടെ ശ്രീകാന്ത് ബൊല്ലയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. വൈ ഷുഡ് ബ്ലൈൻഡ് ചിൽഡ്രൻ ബി മെയ്ഡ് ടു സിറ്റ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച്? എന്തുകൊണ്ടാണ് അന്ധരായിട്ടുള്ള വിദ്യാർത്ഥികളെ സ്കൂളിൽ അല്ലെങ്കിൽ ക്ലാസ് റൂമുകളിൽ അവസാനത്തെ ബെഞ്ചുകളിൽ ഇരുത്തുന്നത്? വൈ ഷുഡ് 10% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ ഹു ആർ ഡിസേബിൾഡ് ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദ എക്കണോമി? ഇന്ത്യയിലെ 10% ആൾക്കാരും ഇതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങൾ നേരിടുന്നവരാണ്. അവർ എന്തുകൊണ്ടാണ് എക്കണോമിയിൽ നിന്ന്, സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് മാറ്റി നിർത്തുന്നത്? ദീസ് ക്വസ്റ്റ്യൻസ് ലെറ്റ് മീ ബാക്ക് ടു ഇന്ത്യ. ഈ ചോദ്യങ്ങളാണ് എന്നെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. വെർ ഐ റിട്ടേൺഡ് ഗിവിംഗ് അപ്പ് ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ് ഇൻ കോർപ്പറേറ്റ് അമേരിക്ക. എനിക്ക് അമേരിക്കയിലെ ആ കോർപ്പറേറ്റ് ജോലികളൊക്കെ കിട്ടുമായിരുന്നിട്ട് കൂടെ, അല്ലെങ്കിൽ അവിടെയുള്ള കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നിട്ട് കൂടെ, ആ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഒഴിവാക്കി ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. ടു ബിൽഡ് എ സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഫോർ ദ ഡിസേബിൾഡ്. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നത്? ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടി. ആർക്ക് വേണ്ടിയിട്ട്? ഡിസേബിൾഡ് ആയിട്ടുള്ള, എന്തെങ്കിലും രീതിയിലൊക്കെ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന ജനസമൂഹത്തിന് എന്തെങ്കിലും ഒരു സപ്പോർട്ട് നൽകാൻ എന്നെ കൊണ്ട് സാധിക്കുമെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നത്. വി എസ്റ്റാബ്ലിഷ്ഡ് എ പ്ലാറ്റ്ഫോം ബൊലാൻഡ് ഇൻഡസ്ട്രീസ് ടുഗദർ വിത്ത് മൈ പാർട്ട്ണർ. അങ്ങനെ ഞങ്ങൾ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. അതാണ് ബൊലാൻഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. എൻ്റെ സുഹൃത്തിനോടൊപ്പം, എൻ്റെ പാർട്ട്ണറോടൊപ്പം ചേർന്നിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത്. To find, rehabilitate and nurture and the reintegrated disabled individuals into society. അപ്പം ഞങ്ങളുടെ ആ ഒരു കമ്പനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് സമൂഹത്തിൽ ഇതേപോലെ വൈകല്യങ്ങൾ നേരിടുന്ന ആൾക്കാരെ മാറ്റി നിർത്തുന്നുണ്ട്. അവരെയൊക്കെ റീഹാബിലിറ്റ് ചെയ്യുക, അതായത് അവരെയൊക്കെ എന്ത് ചെയ്യുക, പുനരധിവസിപ്പിക്കുക. അവർക്കൊക്കെ ഈ സമൂഹത്തിൽ അവരുടേതായ ഒരു വാല്യൂ ഉണ്ട് എന്ന് സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുക. അതിനു വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. റാദർ ദാൻ സെപ്പറേറ്റ് ദം ഫ്രം ഇറ്റ്, അതായത് ഈ ഒരു സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് പകരം അവരും ഈ സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന് കാണിക്കാൻ വേണ്ടി, അവരെയും ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു കമ്പനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. വി ഹാവ് സപ്പോർട്ടഡ് ഓവർ 3000 സ്റ്റുഡൻസ് ഇൻ എഡ്യൂക്കേഷൻ. അങ്ങനെ ആ കമ്പനി സ്റ്റാർട്ട് ചെയ്ത ശേഷം ഏകദേശം 3000-ഓളം വിദ്യാർത്ഥികളെ ഞങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ സഹായിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻസ്, അതുപോലെ തന്നെ അവരെ ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വൈകല്യം നേരിടുന്ന ആൾക്കാരെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ സഹായിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സ്പോർട്സ് ആൻഡ് മച്ച് മോർ, അതുപോലെ തന്നെ സ്പോർട്സിലും മറ്റു പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി സാധിച്ചു. അവർ കമ്പനി നൗ എംപ്ലോയീസ് ഓവർ 150 ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസ്. ഞങ്ങളുടെ കമ്പനിയിൽ ഇപ്പോൾ ഏകദേശം 150ഓളം ഡിസേബിൾഡ് ആയിട്ടുള്ള വിവിധതരം വൈകല്യങ്ങളുള്ള ആൾക്കാരാണ് ജോലി ചെയ്യുന്നത്. ഇറ്റ് ഗ്രോസസ് ഓവർ $1 million ഇൻ സെയിൽസ്. ഞങ്ങളുടെ കമ്പനിയുടെ വിറ്റുവരവ് എന്ന് പറയുന്നത് ഏകദേശം $1 million അടുത്ത സെയിൽസ് ഞങ്ങൾക്ക് നടക്കാറുണ്ട്. ബട്ട് വി ആർ സ്റ്റിൽ അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് അവർ ഗ്രോത്ത്. ഞങ്ങളുടെ വളർച്ചയുടെ തുടക്കത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. വിത്ത് മച്ച് മോർ ടു ഡു, ഞങ്ങൾക്ക് ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഐ വോണ്ട് ടു ലീവ് യു വിത്ത് 3 ലെസൺസ്. അങ്ങനെ ശ്രീകാന്ത് ബൊല്ല തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ 3 ലെസൺസ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫസ്റ്റ്, ഷോ കമ്പാഷൻ ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ത്രൈവ്. ആദ്യത്തെ ലെസൺ എന്ന് പറയുന്നത്, നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരോട് ഒരു കമ്പാഷൻ, ഒരു സ്നേഹവും കരുണയൊക്കെ കാണിക്കണം. അവരുടെ വളർച്ചയ്ക്ക് അത് വളരെയധികം ഉപയോഗപ്പെടുന്ന ഒന്നായിരിക്കും. ട്രൂ വെൽ ഡസൻ കം ഫ്രം മണി. യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് പണത്തിൽ നിന്നല്ല വരുന്നത്, ബട്ട് ഫ്രം ദ ഹാപ്പിനെസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞ ആ സന്തോഷത്തിൽ നിന്നാണ് നമ്മൾ ശരിക്കും സമ്പന്നനായി മാറുന്നത്. സെക്കൻഡ്, റിമൂവ് ലോൺലിനെസ് ഫ്രം ദ പീപ്പിൾസ് ലൈഫ്സ്. രണ്ടാമത്തെ ലെസൺ എന്ന് പറയുന്നത് എന്താണ്? റിമൂവ് ലോൺലിനെസ്. ആ ഏകാന്തതയെ ഇല്ലാതാക്കുക, മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ള ആ ഏകാന്തതയെ ഇല്ലാതാക്കുക. ആസ് ഇറ്റ് ഈസ് ദ വേഴ്സ്റ്റ് ഫോം ഓഫ് പോവർട്ടി. ദാരിദ്ര്യത്തിന്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ ഏകാന്തത എന്ന് പറയുന്നത്. ഫൈനലി, റിമെമ്പർ ദാറ്റ് വെൻ യു ഡു സംതിങ് ഗുഡ് യു വിൽ ബി ദ ഫസ്റ്റ് ടു ബെനിഫിറ്റ്. അവസാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അവസാനത്തെ ലെസൺ എന്ന് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആദ്യത്തെ ബെനിഫിറ്റ് കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളൊരു നന്മ ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. ദ വേൾഡ് മേ ലുക്ക് അറ്റ് മീ ആൻഡ് സേ. ചിലപ്പോൾ ഈ ലോകം എന്നെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞേക്കാം, ശ്രീകാന്ത് യു ക്യാൻ ഡു നത്തിങ്. ശ്രീകാന്ത്, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, കാരണം നിങ്ങൾ വൈകല്യമുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ചിലപ്പോൾ ലോകം എന്നെ നോക്കി പറഞ്ഞേക്കാം. ബട്ട് ലുക്ക് അറ്റ് ദ വേൾഡ് ആൻഡ് സേ. പക്ഷേ ഞാൻ ഈ ലോകത്തെ നോക്കിയിട്ട് എനിക്കിങ്ങനെ പറയാൻ വേണ്ടി കഴിയും, ഐ ക്യാൻ ഡു എനിത്തിങ്. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ഈ വൈകല്യങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് ഈ ലോകത്തോട് പറയാൻ സാധിക്കുന്നുണ്ട്. താങ്ക് യു. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഒരു സ്പീച്ച് അവസാനിപ്പിച്ചു. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിച്ച ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന ശ്രീകാന്ത് ബൊല്ലയുടെ ഈ ഒരു സ്പീച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.